കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് മടിയില്ല, ഇഷ്ടത്തോടുകൂടി ചെയ്താൽ നമുക്ക് എന്ത് കാര്യം ഈസിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽപുട്ട്. ഒട്ടുമിക്ക ആളുകൾക്കും പുട്ട് കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ? പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് പുട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പാൽപുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് നമുക്ക് തേങ്ങാച്ചിരവിയതും പാൽപ്പൊടിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പുട്ടുപൊടി നനച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങയുടെ ഒപ്പം നേന്ത്രപ്പഴം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആവിയേറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ബീട്രൂട്ടിന് പകരം ക്യാരറ്റും ബീട്രൂട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചേർക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ. ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ഇതുപോലെ നീളമുള്ള പുട്ടുകുറ്റിയില്ലേ, അതിൽ വേണമെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ രണ്ടിലും ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. ചിരട്ടപ്പുട്ടിലും പുട്ടുകുറ്റിയിലും ഞാൻ ആക്കുന്നുണ്ട്. നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കാറില്ലേ, ആ സമയം നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ചേർക്കാനില്ല എന്നുണ്ടെങ്കിൽ സാധാ നോർമൽ പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ആവി പറക്കുന്ന പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നില്ലേ? എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയാതെ ഇതേപോലത്തെ പാൽപുട്ട് ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറക്കരുതേ. അടിപൊളിയാണ്.